ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും ഒരു വികസനത്തെക്കുറിച്ച് പോലും ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി വർഗീയ വികാരമിളക്കി വിട്ട് എങ്ങനെ വോട്ട് പെട്ടിയിലാക്കാം എന്നുള്ള ഒരു തത്രപ്പാടിലാണ് രണ്ടു കൂട്ടരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മങ്കട മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് BJPയുടെ തെരഞ്ഞെടുപ്പ് NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് സമീപമാണ്. BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരുണ്ട്, മറ്റ് സംസ്ഥാന കൗൺസിൽ നേതാക്കന്മാരുണ്ട്. BJP മലപ്പുറം മണ്ഡലത്തിൽ ആര് നേടുമെന്നുള്ളതാണ് ചാനട്ടൻ അന്വേഷിക്കുന്നത്. BJP ഭാരവാഹികൾ, അതുപോലെ തെരഞ്ഞെടുപ്പ് കൺവീനർമാർ അവരൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം BJPയുടെ സാധ്യതകളെക്കുറിച്ച്. BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. മാത്രമല്ല ഇപ്പോൾ തുടർഭരണം വീണ്ടും ഉണ്ടാകുമെന്ന് തന്നെ ദേശീയ തലത്തിൽ ഉറപ്പിച്ച് BJP നേതാക്കൾ പറയുന്നു. മലപ്പുറം പോലൊരു മണ്ഡലത്തിൽ ഇതുവരെ BJPക്ക് ഒരു സ്വാധീനം, ചെറിയൊരു സ്വാധീനം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ്. മലപ്പുറത്ത് ഇപ്പോൾ പഴയ പോലെയല്ല. മോദിയുടെ ഗ്യാരണ്ടി എന്ന നിലയ്ക്ക് ജനങ്ങൾക്കിടയിലെ ശ്രീ നരേന്ദ്രമോദി, അതുപോലെ തന്നെ BJP ഗവൺമെൻറ് ഒരു ചെറിയ സ്വാധീനമൊക്കെ ചെലുത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ BJPയുടെ സാധ്യത, ഇവിടുത്തെ പാർലമെൻറ്റ് മണ്ഡലം കൺവീനറാണല്ലേ രശ്മിൽനാഥ്, എങ്ങനെ വിലയിരുത്തുന്നു സാധ്യതകളെ? ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ ഈ മണ്ഡലത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ നേരിട്ട് തൊട്ടറിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം. അത് വ്യക്തികൾക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു മണ്ഡലം കൂടിയായി മാറി. അതുമാത്രമല്ല, മുദ്രാ യോജന പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി യുവാക്കൾക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോൺ അനുവദിക്കപ്പെട്ടത് ഈ മലപ്പുറം ജില്ലയിലാണ്. ഈ മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം കൂടി അതിനകത്ത് ഉൾപ്പെടുകയാണ്. മാത്രമല്ല, 60 വർഷക്കാലമായിട്ട് കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ രാജ്യം ഭരിച്ചിട്ട് പോലും നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടിട്ട് പോയിട്ടുള്ള ഈ റെയിൽവേ ലൈനിൽ ഒരറ്റകുറ്റപ്പണി നടത്താൻ പോലും ആ ഗവൺമെൻറ്റുകൾക്ക് സാധിച്ചിരുന്നില്ല. ഇതിനു മുമ്പ് വാജ്പേയി ഗവൺമെൻറ് വന്ന സമയത്ത് അന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി, റെയിൽവേ സഹമന്ത്രിയായിരുന്ന ശ്രീ രാജഗോപാൽജിയാണ് നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ലൈന് പുനരുജ്ജീവനം നൽകിയിട്ടുള്ളത്. വേനൽച്ചൂടിൻ്റെ കാഠിന്യം താങ്ങാനാവാതെ ജനങ്ങൾ തണൽ തേടി നെട്ടോട്ടമോടുമ്പോൾ ചൂടിൽ വിയർത്ത് ചുണ്ടിൽ പുഞ്ചിരിയുമായി സ്ഥാനാർത്ഥികളും നെട്ടോട്ടത്തിലാണ്. തണൽ തേടിയല്ലെന്ന് മാത്രം, വോട്ടർമാരുടെ മനസ്സ് കീഴടക്കി ജനഹിതം തങ്ങൾക്കൊപ്പമാക്കാനുള്ള പ്രചാരണ ചൂടിൽ മുന്നണി സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞ പോരാട്ടത്തിലാണ്. അങ്കത്തട്ടിൽ എല്ലാ അടവുകളും പയറ്റുന്ന അഭ്യാസിയെപ്പോലെ ജനഹൃദയത്തിൽ ഇടം തേടിയുള്ള പരക്കം പാച്ചിലിൽ പ്രതീക്ഷയുടെ വെളിച്ചം ഓരോ സ്ഥാനാർത്ഥിയുടെയും മുഖത്ത് മിന്നിത്തെളിയുന്നത് നേരിട്ട് കാണാം. മലപ്പുറത്തിൻ്റെ സ്നേഹവും കരുണയും ചേർത്ത് പിടിക്കലും ആരെയാവും തുണയ്ക്കുകയെന്നറിയാൻ കാത്തിരിപ്പ് ഏറെ നീളും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അംഗം മുറുകുമ്പോൾ ഇളങ്കാറ്റ് പോലെ വന്ന് കൊടുങ്കാറ്റായി മാറുകയാണ് പ്രചാരണങ്ങൾ. പച്ചക്കോട്ടയെന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർ അഭിമാനത്തോടെ പറയുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലം ഇക്കുറി കൈപ്പിടിയിലൊതുക്കാനുള്ള അടവുകളെല്ലാം പുറത്തെടുത്ത് പോരാട്ടം കടുപ്പിക്കുകയാണ് LDF. വികസനം കൊതിക്കുന്ന മലപ്പുറത്തിന് പ്രതീക്ഷയുടെ വർണ്ണച്ചിറക് നൽകാൻ BJPയുടെ നേതൃനിര തന്നെ മണ്ഡലത്തിൽ പ്രചരണം കൊഴിപ്പിക്കാനെത്തുന്നുമുണ്ട്. നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകൾ ന്യൂനപക്ഷങ്ങളെയും ചേർത്ത് പിടിക്കുന്നതാണെന്ന് BJP നേതാക്കൾ പറയുമ്പോൾ അത്ര എളുപ്പം അത് തള്ളിക്കളയാനാവുന്നില്ല. കർഷകരെയും സാധാരണക്കാരെയും സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും ആകർഷിക്കാവുന്ന ഒട്ടേറെ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി നടപ്പാക്കിയിട്ടുള്ളത്. UDFൻ്റെ സൗമ്യമുഖവും പൊതുപ്രവർത്തന രംഗത്തെ കരുത്തനുമായ ET മുഹമ്മദ് ബഷീറും LDFൻ്റെ യുവ പോരാളി V വസീഫും അക്കാദമിക രംഗത്തും പൊതുരംഗത്തും ഏറെ സുപരിചിതനായ NDAയുടെ ഡോക്ടർ M അബ്ദുൽ സലാമും യുവജനങ്ങളുടെ മനസ്സ് കീഴടക്കാനുള്ള ഓട്ടത്തിലാണ്. പുതുവോട്ടർമാർ ഏറെയുള്ള മണ്ഡലത്തിൽ യുവാക്കൾക്കിടയിൽ ചർച്ചയാവുന്ന വിഷയങ്ങളാണ് മൂന്ന് മുന്നണികളും എടുത്തു പ്രയോഗിക്കുന്നത്. അങ്കത്തട്ട് വേനൽ ചൂടിൽ വെന്തുരുകുമ്പോൾ പ്രതീക്ഷയുടെ വെളിച്ചവുമായാണ് NDA സ്ഥാനാർത്ഥിയുടെ പോരാട്ടം. നേതാക്കളും പ്രവർത്തകരും വോട്ടുറപ്പിക്കാനുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തുമ്പോൾ നിറയുന്നതെല്ലാം മോദിയുടെ വികസനമാണ്. NDAയുടെ സാധ്യതകളറിയാൻ BJP നേതാക്കളെ കാണാനെത്തിയ ചാനട്ടൺ ന്യൂസ് ടീമിനോടും അവരുടെ പ്രതികരണം മോദിയുടെ വികസനത്തെക്കുറിച്ചുള്ളതായിരുന്നു.
മലപ്പുറം മണ്ഡലം NDA ഇലക്ഷൻ കൺവീനറും BJP ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ BR രശ്മിൽ നാഥ്, സഹകൺവീനറും BJP ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ B രതീഷ് എന്നിവർക്കൊപ്പം മുതിർന്ന നേതാക്കളും മങ്കട മണ്ഡലം ഭാരവാഹികളും ചാനൽ 10 ന്യൂസുമായുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ പങ്കെടുത്തു. രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വികസന നേട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ നരേന്ദ്രമോദിയെ ജനം നെഞ്ചേറ്റിയത് എതിരാളികളെ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നും ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന മോദിയെ ജനം വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ലെന്നും BR രശ്മിൽ നാഥ് പറഞ്ഞു. 2014 മുതൽ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ന് നമുക്ക് 100 കോടി രൂപയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം റെയിൽവേ വികസനത്തിനായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൽ 13 കോടി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഏതാണ്ട് അത്ര തന്നെ കോടി കണക്കിന് രൂപയാണ് നമ്മുടെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറൻ മേഖല റെയിൽവേ സ്റ്റേഷനുകൾ, അങ്ങനെ 100 കോടി രൂപയാണ് മലപ്പുറം ജില്ലയിലേക്ക് മാത്രം നരേന്ദ്രമോദി ഗവൺമെൻറ് റെയിൽവേയുടെ വികസനത്തിന് വേണ്ടി മാത്രമായിട്ട് നൽകിയിട്ടുള്ളത്. അതിലൊക്കെ അപ്പുറത്തേക്ക് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം നിരവധി ദരിദ്ര കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കിസാൻ സമ്മാൻ നിധി പ്രകാരം ലക്ഷക്കണക്കിന് ആളുകൾക്ക് 6000 രൂപ വെച്ചൊരു വർഷത്തിൽ കൊടുക്കുന്ന പദ്ധതി ഇപ്പോൾ 32,000 രൂപ 16 ഗഡു എങ്ങാണ്ട് തോന്നുന്നു അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കയറിക്കഴിഞ്ഞു. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലൂടെ, പ്രത്യേകിച്ച് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ, എൻ്റെ നാട്ടിൽ കൂടെയാണ് പോകുന്നത്. അവിടെ എങ്ങനെയാണോ കേരളത്തിലെ ഗവൺമെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വില നിശ്ചയിച്ചത്, അതിനകത്തൊരു ബാർഗെയിനിങ്ങും ഇല്ലാതെ ഇവിടുത്തെ സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് പണം നൽകിക്കൊണ്ടാണ് ഭൂമി കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ളത്. അതെല്ലാം പരിപൂർണമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റാണ് പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദേശീയപാത വികസനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര വേഗത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏറ്റവും നല്ല രീതിയിലുള്ള റോഡുകൾ, ഹൈവേ നിർമ്മാണങ്ങൾ നമ്മുടെ ഈ നാട്ടിലൂടെ കടന്നു പോകുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യങ്ങളാണ്. എന്താണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ രാജ്യത്ത് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തത് എന്ന് അവരോട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. തീരദേശ മേഖലയിലടക്കം മുസ്ലിം സ്ത്രീകൾ BJPയുടെ ജനക്ഷേമ പദ്ധതികൾ തിരിച്ചറിയുന്നുണ്ട്. മുത്തലാഖും ഏക സിവിൽ കോഡും മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷിതമായ ജീവിതത്തിന് ഏറെ ഗുണകരമാണെന്ന് BJP നേതാക്കൾ തന്നെ എടുത്തു പറയുന്നുണ്ട്. വർഗീയ ചേരിതിരിവുണ്ടാക്കി നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇത്തവണ പരാജയപ്പെടുമെന്നും മോദിയുടെ ഗ്യാരണ്ടിയെ ജനം നെഞ്ചേറ്റിയിട്ടുണ്ടെന്നും ഇത്തവണ BJPക്ക് വൻ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും BR രശ്മിൽ നാഥ് പറഞ്ഞു. മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഒരു വലിയ മാറ്റം നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനം നടക്കുന്ന സമയത്ത് പടിഞ്ഞാറൻ മേഖലയിലെ ഞങ്ങളുടെ ഈ മണ്ഡലത്തിൽപ്പെട്ട ഒരു മണ്ഡലത്തിൽ ചെന്നപ്പോൾ ഒരു മുസ്ലിം കുടുംബം ഞങ്ങളുടെ കൂടെ പാർട്ടിയിലേക്ക് വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു വന്നു. ഞങ്ങളുടെ കൂടെയുള്ളൊരു നേതാവ്, എന്താണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് നരേന്ദ്രമോദിയുടെ കൂടെ വരണം, BJPയിലേക്ക് കടന്നു വരണമെന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എനിക്കൊരു പെൺകുട്ടിയാണുള്ളത്. ആ കുട്ടിയുടെ ജീവിതം ഭാസുരമാക്കാൻ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ മുത്തലാഖ് നിർത്തലാക്കിയതോടുകൂടി മുസ്ലിം പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതം ഭാസുരമായി സുരക്ഷിതമായി എന്നാണ് ആ കുടുംബം പറയുന്നത്. അതുമാത്രമല്ല, ആ കുടുംബത്തിലെ ഗൃഹനാഥൻ പറയുന്നത്, എൻ്റെ ഈ മകളെ ഞാൻ കെട്ടിച്ചയച്ച് ആ മകൾക്ക് 2 കുട്ടികളായി ആ കുടുംബമായിട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും കാരണത്താൽ എൻ്റെ മകളുടെ ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭർത്താവിൻ്റെ സ്വത്ത് ഇനി എൻ്റെ മകൾക്കും കുട്ടികൾക്കും തന്നെ ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം വീണ്ടും നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നാൽ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ്. കാരണം ഏക സിവിൽ കോഡ് വന്നാൽ അവരിത് പഠിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും ഒരു വികസനത്തെക്കുറിച്ച് പോലും ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി വർഗീയ വികാരമിളക്കി വിട്ട് എങ്ങനെ വോട്ട് പെട്ടിയിലാക്കാം എന്നുള്ള ഒരു തത്രപ്പാടിലാണ് 2 കൂട്ടരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയുടെ നേരത്തെ ഉണ്ടായിരുന്ന അകൽച്ച ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കില്ലെന്നത് വസ്തുതയാണെന്ന് നേതാക്കളുടെ പ്രതികരണം വ്യക്തമാക്കുന്നു. പ്രതീക്ഷകൾക്ക് ചിറകുമുളച്ചാൽ ആകാശം മുട്ടെ പാറിപ്പറക്കും. വിജയത്തേരിലേറി പറന്നുയരാൻ മലപ്പുറം ലോക്സഭാ മണ്ഡലം ആരെയാവും തുണയ്ക്കുക? കാത്തിരിക്കാം ജനവിധി അറിയുന്നതുവരെ. എന്തായാലും മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഈ തവണ അടിയൊഴുക്കുകൾ വ്യക്തമാണെന്നാണ് BJP ജില്ലാ ജനറൽ സെക്രട്ടറിയും മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവീനറുമായ
ശ്രീ രശ്മിൽ നാഥ് വ്യക്തമാക്കുന്നത്. ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ഒരുപാട് കാഴ്ചപ്പാടുകൾ, അദ്ദേഹം സമഗ്ര വികസനം രാജ്യത്തിന് ലക്ഷ്യമിടുന്നുണ്ട്. മാത്രമല്ല കേരളത്തിന് വേണ്ടി ഒട്ടേറെ സഹായ പദ്ധതികൾ, എല്ലാ തരത്തിലുള്ള സഹായ പദ്ധതികളും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതൊക്കെ വസ്തുതയാണ്. ചില ഘടകങ്ങൾ ഒഴിച്ചാൽ ഒരുപക്ഷെ BJPക്ക് ഇവിടെ സ്വാധീനം കൂടി വരികയാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ന്യൂനപക്ഷങ്ങൾ BJPയിലേക്ക് ആകർഷിക്കപ്പെടുന്നു, BJPയെ ഒരു ആശ്രയമായി കാണുന്ന തരത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് രശ്മിൽനാഥും മറ്റുള്ള BJPയുടെ പ്രമുഖ നേതാക്കളും പറയുന്നത്. ഒരുപക്ഷെ മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ കൂടുതൽ വോട്ട്, അതായത് കരുത്തനായ സ്ഥാനാർത്ഥിയാണ് E.T. മുഹമ്മദ് ബഷീർ എന്ന് UDF പറയുന്നു. UDFനെ തകർക്കും എന്ന് LDF പറയുന്നു. ഇവർക്കൊക്കെ അപ്പുറം, ഇവരുടെയൊക്കെ വാക്കുകൾക്കപ്പുറം NDA ഇവിടെ വിജയിക്കുമെന്നാണ്. NDA ഇവിടെ നിർണായക സ്വാധീനത്തോടുകൂടി അട്ടിമറി വിജയം വരെ സംഭവിക്കുമെന്നാണ് BJP നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം ആര് നേടുമെന്ന കാര്യത്തിൽ BJPയും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്യാമറാമാൻ സുനിൽ മോഹനൊപ്പം ജബ്ബാർ, ചാനൽ 10 ന്യൂസ്, പെരിന്തൽമണ്ണ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ഗ്രാമിന് 4500 രൂപ വരെ വായ്പ നൽകുന്ന കാരുണ്യ ഗോൾഡ് ലോൺ, അർബൻ ഗ്രാമീൺ സൊസൈറ്റി.